ദില്ലിയിൽ നടന്ന ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്കാണ് ഇനി. ദില്ലിയിലെ ഒരു ആശുപത്രിക്കുള്ളിൽ ഡോക്ടറെ വെടിവെച്ചു കൊന്നു. ഇന്ന് പുലർച്ചെ 1:30 ചികിത്സയ്ക്കെന്ന പേരിലെത്തിയ 2 പേർ ഡോക്ടർ ജാവേദ് അക്തറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ദില്ലി പോലീസ് അന്വേഷണം തുടങ്ങി. രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ പൊതുജനങ്ങൾക്ക് എന്ത് സുരക്ഷ എന്ന ചോദ്യവും ആശങ്കയും ഉയർത്തുന്നതാണ് ഡോക്ടറെ ചികിത്സയ്ക്ക് എന്ന പേരിലെത്തിയ 2 പേർ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്ത. ഞാനിപ്പോൾ നിൽക്കുന്നത് നിമ ഹോസ്പിറ്റലിന് മുന്നിലാണ്. ഈ ആശുപത്രിക്കുള്ളിലാണ് ഇന്ന് പുലർച്ചെ 1:30 നടക്കുന്ന സംഭവം ഉണ്ടായത്. 16ഉം 17ഉം വയസ്സുള്ള 2 കൗമാരക്കാരാണ് പുലർച്ചെ 1 മണിയോടെ നിമ ആശുപത്രിയിൽ എത്തിയത്. കാലിലെ മുറിവ് വെച്ചുകെട്ടാൻ ഇവർ ആവശ്യപ്പെട്ടു. ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞതോടെ ജീവനക്കാർ ഇരുവരെയും ഡോക്ടർ ജാവേദ് അക്തറിന് മുന്നിലേക്ക് അയച്ചു. തൊട്ടു പിന്നാലെ വലിയ ശബ്ദത്തോടെയുള്ള വെടിയൊച്ചയാണ് ജീവനക്കാർ കേട്ടത്. തലയിൽ വെടിയേറ്റ നിലയിൽ മരിച്ചു കിടക്കുകയായിരുന്നു 55 വയസ്സുകാരൻ ഡോക്ടർ ജാവേദ്. रात को 1 बजे कुछ लोग आए, अज्ञात लोग आए जो यहाँ के नहीं है, बाहर से लोग आए थे. हमारी जो यहाँ एक नर्स बहन है, उनसे कोई उनकी पुरानी बातचीत होगी. उन्होंने सीधा डॉक्टर जावेद को पूछा. ऑन द स्पॉट उन पे बहाना ये लगाया था कि हमें चेक कराना है, और ऑन द स्पॉट उन्होंने गोली मार के डॉक्टर जावेद को ऑन द स्पॉट खत्म कर दिया. ഡോക്ടറെ കൊന്ന കൗമാരക്കാർ പുറത്തുനിന്ന് വന്നവരാണെന്നാണ് കൗൺസിലർ പറയുന്നത്. പ്രതികൾ അപ്പോൾ തന്നെ രക്ഷപ്പെട്ടിരുന്നു. ഡോക്ടർക്ക് തന്നെ സുരക്ഷയില്ലെങ്കിൽ പിന്നെ സാധാരണ ജനങ്ങൾക്ക് എന്തു സുരക്ഷയെന്ന് പ്രദേശവാസികൾ ചോദിക്കുന്നു. डर तो बना है, अब जब डॉक्टर ही मर जाएंगे तो हम क्या करेंगे? अब कहाँ लेके आएंगे? हम अभी हमारी अम्मी को इमरजेंसी पड़ जाए तो हम भागेंगे कहीं और ना. क्या पता रास्ते में कोई बात हो जाए, हम क्या करेंगे फिर? കാളിഞ്ചിക്കുഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊലപാതകത്തിന് പിന്നിൽ കൊട്ടേഷനാണെന്നാണ് സൂചന. സംശയമുള്ള ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദില്ലിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരവധിയിടങ്ങളിലാണ് വെടിവയ്പ് ഉണ്ടായത്. വ്യാപാരികളെ സമീപിച്ചും വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ വെടിയുതിർത്തും ഭീഷണിപ്പെടുത്തിയും പണം തട്ടുന്ന ഗുണ്ടാ സംഘങ്ങളും സജീവമാണ്. അതിന്റെ തുടർച്ചയായി വേണം ഡോക്ടറെ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾ വെടിവെച്ച സംഭവത്തെയും വിലയിരുത്താൻ. കാളിഞ്ചിക്കുഞ്ച് സ്റ്റേഷന് മുന്നിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ ദില്ലി.